ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ നിർണായകമായ റിപ്പോർട്ടുകളാണ്. 2024 ഓഗസ്റ്റിൽ നടന്ന വമ്പൻ സ്റ്റുഡന്റ് അപ്രൈസിംഗ്, ആ ഒരു വലിയ വിപ്ലവം നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ. ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്ന ആ ഒരു സംഭവത്തിന് ശേഷം രാജ്യം തങ്ങളുടെ പുതിയ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 12, അതായത് അടുത്തയാഴ്ച വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ വോട്ടിംഗ് നടക്കുന്നത്. 127 മില്യൺ, അതായത് ഏകദേശം 12.7 കോടി വോട്ടർമാരാണ് ഈ വമ്പൻ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും ഈ ഇലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇലക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. 2026 ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ് പോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വോട്ടിംഗ് സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4:30 വരെ ആയിരിക്കും പോളിംഗ് ഉള്ളത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് കേവലം ഒരു MP തിരഞ്ഞെടുപ്പ് മാത്രമല്ല. ജനങ്ങൾക്ക് 2 ബാലറ്റുകൾ നൽകും. ഒന്ന് തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനും മറ്റൊന്ന് ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള നാഷണൽ റഫറൻഡത്തിൽ വോട്ട് ചെയ്യാനും. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ററിം ഗവൺമെന്റ് കൊണ്ടുവന്ന ജൂലൈ ചാർട്ടർ എന്ന ഭരണഘടനാ പരിഷ്കാരങ്ങൾ വോട്ടർമാർ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഇതിലൂടെ പരിശോധിക്കുന്നത്. അതായത് ഭരണഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത്. 127 മില്യണിലധികം വോട്ടർമാരുള്ള ബംഗ്ലാദേശ് 2026 ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രാജ്യമായി മാറുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ കളത്തിലേക്ക് വരാം. രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച തികച്ചും വ്യത്യസ്തമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലം ബംഗ്ലാദേശ് ഭരിച്ച അവാമി ലീഗ് ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്തിൽ ഇല്ല എന്നത് വലിയൊരു മാറ്റമാണ്. അവർ നിലവിൽ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈപോളാർ റേസ് ആണ്. അതായത് പ്രധാനമായും 2 പക്ഷങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP. നിലവിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് BNP ആണ്. 18 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ താരിഖ് റഹ്മാനാണ് പാർട്ടിയെ നയിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 25-നാണ് അദ്ദേഹം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയത്. രണ്ടാമത്തേത് 11 പാർട്ടി അലയൻസ്, അതായത് 11 പാർട്ടികളുടെ സഖ്യമാണ്. BNPയെ നേരിടാൻ ഒരു വശത്ത് പുതിയൊരു സഖ്യമുണ്ട്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് ഉയർന്നു വന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി NCPയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന 11 പാർട്ടികളുടെ സഖ്യമാണിത്. 27 വയസ്സുകാരനായ നഹീദ് ഇസ്ലാം, സർജീസ് ആലം തുടങ്ങിയ യുവ നേതാക്കളാണ് ഇതിന്റെ മുഖം. ഇതുകൂടാതെ GM ക്വാഡർ നയിക്കുന്ന ജാതീയ പാർട്ടിയും ഇടതുപക്ഷ സഖ്യങ്ങളും രംഗത്തുണ്ട്. ഇനി ഈ ഇലക്ഷനിൽ ചില ഫസ്റ്റ് ടൈം കാര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ചരിത്രത്തിൽ ആദ്യമായി പ്രവാസികൾക്കും, അതായത് ബംഗ്ലാദേശിന് പുറത്ത് കഴിയുന്ന ഏകദേശം 15 മില്യൺ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ ഇത്തവണ അവസരമുണ്ട്. ഇതിനായി എക്സ്പാട്രിയേറ്റ് പോസ്റ്റൽ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കി. ഏകദേശം 15 മില്യൺ പ്രവാസികളുള്ള ബംഗ്ലാദേശിൽ 3 ലക്ഷത്തോളം പേർ ഓൺലൈൻ വഴി പോസ്റ്റൽ ബാലറ്റിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് നോ വോട്ട് ഓപ്ഷന്റെ തിരിച്ചുവരവാണ്. ഒരു മണ്ഡലത്തിൽ ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ല എങ്കിൽ ജനങ്ങൾക്ക് നോ വോട്ട് രേഖപ്പെടുത്താം. ഭൂരിഭാഗം പേരും നോ വോട്ട് ചെയ്താൽ അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഇലക്ഷൻ എന്ന നിലയിൽ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് പോസ്റ്ററുകൾക്ക് ഇത്തവണ നിരോധനമുണ്ട്. സ്ത്രീ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ നേരിയ വർധനവുണ്ടെങ്കിലും അത് ഇനിയും മെച്ചപ്പെടാനുണ്ട്. ആകെ 78 വനിതാ സ്ഥാനാർത്ഥികളാണ് 300 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. ഇത് ആകെ സ്ഥാനാർത്ഥികളുടെ 4%-ലും താഴെയാണ്. ജനമനസ്സുകളിൽ ഇത്തവണ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക അവസ്ഥയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില ആകാശത്തോളമാണ്. കഴിഞ്ഞ മാസം 151-ാം സ്ഥാനത്തായിരുന്നു ബംഗ്ലാദേശ് കറപ്ഷൻ ഇൻഡെക്സിൽ. യുവാക്കൾക്കിടയിൽ ഏകദേശം 4.5% തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം വോട്ടിങ്ങിനെ ബാധിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയുടെ ഷേർപൂർ 3 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നൂറുസ്മാൻ ബാദൽ ഇന്ന് പുലർച്ചെ അന്തരിച്ചു. ഇതോടെ നിയോജക മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീന ഈ ഇലക്ഷനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ഇലക്ഷൻ ബംഗ്ലാദേശിനെ കൂടുതൽ വിഭാഗീയതയിലേക്ക് നയിക്കുമെന്നാണ് അവർ ഇമെയിൽ വഴി പ്രതികരിച്ചത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫയർ ആയിരിക്കും ാണ് മുഹമ്മദ് യൂനസ് ഉറപ്പ് നൽകുന്നത്. എന്തായാലും ആരായിരിക്കും ബംഗ്ലാദേശിനെ പുതിയ കാലത്തേക്ക് നയിക്കുക എന്നത് ഫെബ്രുവരി 12-ന് വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. ബംഗ്ലാദേശിലെ ഈ വമ്പൻ തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. പുതിയ ഗവൺമെന്റ് ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ബംഗ്ലാദേശിലെ ഈ വൻ തെരഞ്ഞെടുപ്പ് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പും സുതാര്യമായ വോട്ടെണ്ണലും നടന്നാൽ അത് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകർ വോട്ടിംഗ് നിരീക്ഷിക്കാൻ അവിടെ ഉണ്ടാകും.